പ്പെട്ടവരെ പെണ്ണിനെ അങ്ങ് ത്വലാഖ് ചൊല്ലി. നിങ്ങൾ മനസ്സിലാക്കണം, ഒരു നോട്ടം ഒരു പെണ്ണിന്റെ മുഖത്ത്, അതും സ്വന്തം ആവശ്യത്തിനല്ല, വികാരത്തിന് വേണ്ടിയല്ല, മസ്അല പറയാൻ വേണ്ടി നോക്കുകയാണ്. അത് ഹലാലായി കിട്ടാൻ 100 ദീനാറ് കൊടുത്തിട്ട് വിവാഹം കഴിച്ചിട്ട് നോക്കിയതിനു ശേഷം ത്വലാഖ് ചൊല്ലുകയാണ്. ആ പെൺകുട്ടിക്ക് വേറൊരു ഭർത്താവിന്റെ കൂടെ പോകാമല്ലോ, ഇനിയും മഹർ വേണമെങ്കിൽ വാങ്ങാമല്ലോ, ഞാൻ തൊട്ടിട്ടില്ലല്ലോ. ആ രൂപത്തിൽ സൂക്ഷ്മത കാണിച്ച് പ്രവർത്തിച്ച ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു ഒരു തെറ്റും ചെയ്യാതെ ജീവിച്ചിട്ടും അല്ലാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് പറയുകയാണ്, എന്റെ പാപം വലുതാണ്, പക്ഷേ എന്റെ റബ്ബിന്റെ വിട്ടുവീഴ്ച കൊള്ള ഞാനൊന്ന് തട്ടിച്ചു നോക്കുമ്പോൾ കാന അഫ്വുക അഅ്ളമാ, നിന്റെ വിട്ടുവീഴ്ച വളരെ വലുതല്ല റബ്ബേ. സുബ്ഹാനല്ലാഹ് വമാ സിൽത ദഅഫുൻ അനിദ്ദംബി ലം തസൽ തജൂദു വതഅഫു മിന്നതം വതകർമാ. റബ്ബേ, നീ എപ്പോഴും വിട്ടുവീഴ്ച ചെയ്യുന്ന റബ്ബല്ലേ, നീ ധാരാളം കൊടുക്കുന്ന റബ്ബല്ലേ, നിന്റെ വിട്ടുവീഴ്ച കൊണ്ട് വേണം ഞാൻ രക്ഷപ്പെടാൻ. ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു പാടുകയാണ്. സുബ്ഹാനല്ലാഹ്. അത് കഴിഞ്ഞപ്പോഴാ പറഞ്ഞത്, ഓ മോനെ അബൂ മൂസ, നിങ്ങൾ എനിക്ക് ആദ് ഇമ്രാൻ സൂറത്തിൽ നിന്ന് 20-ാമത്തെ ആയത്തിന്റെ ശേഷം 120-ാമത്തെ ആയത്തിന്റെ ശേഷം ഒന്ന് ഓതിത്തരൂ. അങ്ങനെ ഖുർആൻ ഓതിക്കേട്ടു മഹാനായ ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു. അവസാനം ഇശാഇന്റെ ശേഷം, അതേ റജബ് മാസം അവസാനത്തെ ദിവസം, അതേ ഇശാഇന്റെ ശേഷം വെള്ളിയാഴ്ച രാവ് അവിടുന്ന് വഫാത്തായി കഴിഞ്ഞു. പിറ്റേ ദിവസം അവിടുത്തെ മയ്യിത്ത് അപ്പറയപ്പെട്ട മിസ്റിൽ, കൈറോവിൽ, നേരത്തെ ഞാൻ പറഞ്ഞ സ്ഥലത്ത് അതാ അവിടെ മറവ് ചെയ്യുകയുമുണ്ടായി. ആ ശാഫിഈ ഇമാം റളിയല്ലാഹു അൻഹുവിന്റെ ഹഖ് ജാഹ് ബറക്കത്ത് കൊണ്ട് സാധുക്കളായ നമുക്കും നമ്മുടെ മുതഅല്ലിമീങ്ങൾക്കും നമ്മുടെ സ്ഥാപനങ്ങളിൽ പഠിക്കുന്ന മുഴുവൻ മക്കൾക്കും നമ്മുടെ സന്താനങ്ങൾക്കും നമ്മുടെ സ്ഥാപനങ്ങളെ സഹായിക്കുന്നവർ, നമ്മുടെ സംഘടനാ പ്രവർത്തനങ്ങളോട് സഹകരിക്കുന്നവർ എല്ലാവർക്കും അല്ലാഹു നാഫിആയ ഇൽമിനെ എത്തിത്തരട്ടെ. ആ ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹുവിനെ കാണാനും പരിചയപ്പെടാനും അല്ലാഹു നമുക്ക് അവസരം തരട്ടെ. എത്രയെത്രയോ സമയങ്ങളിൽ ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്വപ്നത്തിൽ കണ്ടിട്ടുണ്ട്. കുട്ടിക്കാലത്ത് കണ്ടത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. പിന്നീട് ബഹുമാനപ്പെട്ട ശാഫിഈ ഇമാം റളിയല്ലാഹു അൻഹു പലപ്പോഴും കണ്ടിട്ടുണ്ട്. അവസാനം അഹ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു അൻഹുവിന് സുന്നത്ത് ജമാഅത്തിന്റെ പേരിൽ, സുന്നത്ത് ജമാഅത്ത് തുറന്നു പറഞ്ഞതിന്റെ പേരിൽ അന്ന് ഭരണ സ്വാധീനമുള്ള സുന്നത്ത് ജമാഅത്തിന്റെ വിരോധികളുടെ അക്രമത്തിന് വിധേയമാകുന്ന കാലത്ത് അഹ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു അൻഹു ജയിലിലടക്കപ്പെടുന്നതിന് മുമ്പ്, ശിഷ്യനെ ജയിലിലടക്കപ്പെടുന്നതിന് മുമ്പ് ശാഫിഈ ഇമാം റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹിനെ കണ്ടിരുന്നു. അവിടുന്ന് പറഞ്ഞിരുന്നു, ശിഷ്യൻ അഹ്മദ് ഇബ്നു ഹംബലിനെ വിവരം അറിയിക്കണം, ഖുർആനിന്റെ കാര്യത്തിൽ പരീക്ഷണം വരുന്നുണ്ട്, ആ പരീക്ഷണത്തിൽ ഉറച്ചു നിൽക്കാൻ പറയണമെന്ന് നിർദ്ദേശം കൊടുത്തിരുന്നു. ആ നിർദ്ദേശം മഹാനായ റബീഉ റളിയല്ലാഹു അൻഹു മുഖേന കത്തിൽ കൊടുത്തയക്കുകയും ചെയ്തിരുന്നു. അന്ന് അതാ അഹ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു അൻഹുവിനെ ജയിലിലിട്ട് സുന്നത്ത് ജമാഅത്തിന്റെ വിരോധികൾ അടിച്ച് പരിക്കേൽപ്പിച്ചപ്പോൾ അഹ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു അൻഹു ധരിച്ച വസ്ത്രം ശാഫിഈ ഇമാം റളിയല്ലാഹു അൻഹു വാങ്ങിയിട്ട് കൊടുത്തയച്ചിട്ട്, അത് വാങ്ങിയിട്ട് ആ കുപ്പായം കഴുകിയ വെള്ളം, ശിഷ്യൻ അതാ ഉപയോഗിച്ച കുപ്പായം കഴുകിയ വെള്ളം, അത് ശാഫിഈ ഇമാം തങ്ങൾ ബറക്കത്തിന് ഉപയോഗിച്ചിട്ടുണ്ട് കേട്ടോ. കാരണം സുന്നത്ത് ജമാഅത്തിന് വേണ്ടി തല്ലുകൊള്ളുമ്പോൾ, സുന്നത്ത് ജമാഅത്തിന് വേണ്ടി എതിരാളികൾ ചീത്ത പറയുമ്പോൾ, അടി കിട്ടുമ്പോൾ, സഹിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ധരിച്ച കുപ്പായം, അത് സഹിക്കുന്നവര് ധരിച്ച കുപ്പായം, അത് കഴുകിയ വെള്ളത്തിന് പോലും ബറക്കത്തുണ്ടെന്ന് ശാഫിഈ ഇമാം തങ്ങൾ വിശ്വസിച്ചിരുന്നു കേട്ടോ. അതുകൊണ്ട് ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹുവിന്റെ മദ്ഹബ് സ്വീകരിച്ച് അല്ലാഹുവിന്റെ റസൂലിനെ പിന്തുടർന്ന് ജീവിക്കാൻ
ഭാഗ്യം ലഭിച്ച കേരളീയരോട് ഞാൻ പറയട്ടെ, ആ ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു പഠിപ്പിച്ച മദ്ഹബാണ് സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു ഫത്ഹുൽ മുഈനിൽ പഠിപ്പിച്ചത്. അത് തന്നെയാണ് നമ്മുടെ മദ്രസയിൽ സുന്നത്ത് ജമാഅത്ത് മദ്രസയിൽ പഠിപ്പിക്കുന്നത്. അത് തന്നെയാണ് ഉംദയിലുള്ളത്, അതാണ് തുഹ്ഫയിലുള്ളത്, നിഹായയിലുള്ളത്, അതാണ് ഇമാം നവവി തങ്ങളുടെ കിതാബിലുള്ളത്. അതിനെതിരായി പുതിയ ആശയം കൊണ്ടുവരുമ്പോൾ മൗലൈമാര് വലിയ വിവരമുള്ളവരാണെന്ന് മനസ്സിലാക്കി ശാഫി ഇമാമിനെയും വലിച്ചെറിഞ്ഞിട്ട് തറാവീഹിന്റെ എണ്ണം ചുരുക്കിയാൽ, പെണ്ണിനെ പള്ളിയിലേക്ക് കൊണ്ടുപോയാൽ, ശാഫി ഇമാമിനെയും വിട്ടിട്ട് സക്കാത്ത് അങ്ങ് കമ്മിറ്റിക്ക് കൊടുത്താൽ, ശാഫി ഇമാമ് തങ്ങളെയും വിട്ടിട്ട് ഏതോ വിവരമില്ലാത്തവരുടെ പിന്നാലെ പോയാൽ അവൻ കൈകടിച്ച് തുപ്പുന്നത് വഹസറയിൽ കാണാൻ കഴിയും കേട്ടോ. ഒരല്പവും സംശയം വേണ്ട. റബ്ബേ, ആ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഖുറൈശിക്കാരനായ പണ്ഡിതൻ വരും ഇൽമു കൊണ്ട് നടക്കുമെന്ന് പറഞ്ഞ ആ ശാഫി ഇമാം തങ്ങളെ ഞങ്ങളെ മുൻഗാമികളായ ഉസ്താദുമാര് പിന്തുടർന്നു, ഞങ്ങളെ ഉമ്മ ബാപ്പമാര് പിന്തുടർന്നു. അവിടുത്തെ മദ്ഹബ് അംഗീകരിച്ചുകൊണ്ട് കർമ്മപരമായ വിഷയങ്ങൾ ജീവിതത്തിൽ പകർത്തി അവിടുത്തെ മദ്ഹബിലെ ഇമാമിങ്ങൾ വിവരിച്ചതുപോലെ ജീവിച്ച് മരിക്കാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് തരണം റഹ്മാനേ. അവിടുത്തെ ബറക്കത്ത് ഞങ്ങളുടെ ജീവിതത്തിൽ തരണം റഹ്മാനേ. ഞങ്ങൾക്കൊരു ചെറിയ സമയം അവിടുത്തെ ബഹുമാനം പറയാൻ നീ തന്നു, നിനക്കൊരുപാട് ഹംദുണ്ട് റഹ്മാനേ. അവിടുത്തെ ബറക്കത്ത് ഞങ്ങളെ ഖൽബിലും ഞങ്ങളുടെ നാവിലും ഞങ്ങളുടെ എല്ലാ പ്രവർത്തനങ്ങളിലും. ഞങ്ങൾ ഇവിടെ ഈ സ്ഥാപനം ആരംഭിച്ചത് തന്നെ അത്തരം മഹാന്മാരെ ജനങ്ങൾക്ക് പരിചയപ്പെടുത്താനാണ്, അവരെ പിന്തുടർന്ന് ജീവിക്കുന്നവരെ ഉണ്ടാക്കാനാണ്. അവരുടെ ബറക്കത്ത് ഞങ്ങളെ സ്ഥാപനങ്ങൾക്ക് മുഴുവനും നീ തരണം റഹ്മാനേ, ഞങ്ങളെ സംഘടനകൾക്ക് തരണം റഹ്മാനേ. ഈ സ്ഥാപനങ്ങളുടെയും അതുപോലെ സുന്നത്ത് ജമാഅത്തിന്റെ മറ്റ് സ്ഥാപനങ്ങളുടെയും സംഘടനകളുടെയും പ്രവർത്തനങ്ങളുമായി വിദേശത്തും സ്വദേശത്തും ആര് പ്രവർത്തിക്കുന്നുണ്ടോ, ആര് സഹായിക്കുന്നുണ്ടോ, അറബികളും അനറബികളും ആര് എന്ത് ഞങ്ങളോട് സഹകരിക്കുന്നുണ്ടോ, അവർക്ക് മുഴുവനും ദുനിയാവിൽ അവരെ പ്രവർത്തനങ്ങളിൽ നീ ബർക്കത്ത് നൽകണം റഹ്മാനേ. ആഖിറത്തിൽ പകരം സ്വർഗം നൽകണേ റഹ്മാനേ. അവരുടെ എല്ലാ കച്ചവടങ്ങളിലും ബിസിനസ്സുകളിലും ജോലികളിലും പഠനങ്ങളിലും അധ്യാപനങ്ങളിലും അവരുടെ യാത്രകളിലും അവരുടെ മുഴുവൻ വിഷയങ്ങളിലുമുള്ള എല്ലാ പ്രശ്നങ്ങളും നീ പരിഹരിക്കണം റഹ്മാനേ. ഞങ്ങളെ സ്ഥാപനങ്ങൾക്ക് എന്തൊക്കെ എളുപ്പമാകേണ്ടതുണ്ടോ, എന്തൊക്കെ ക്ലിയർ ആകേണ്ടതുണ്ടോ അതൊക്കെ നീ തന്നെ ഏറ്റെടുത്ത് ക്ലിയറാക്കി തരണം റഹ്മാനേ. ഞങ്ങളെ സ്ഥാപനം തുടങ്ങിയപ്പോൾ അതിനെതിരെ കേസ് കൊടുത്തവർ അവരെ നീ പരാജയപ്പെടുത്തണം റഹ്മാനേ. ഞങ്ങൾക്ക് ഹഖിന് നീ വിജയം തരണേ റഹ്മാനേ. ഞങ്ങളെ ഖൽബിലുള്ളതും ഞങ്ങളെ ഉസ്താദുമാരെ ഖൽബിലുള്ളതും എല്ലാം നീ പൂർത്തീകരിക്കണം റഹ്മാനേ. ഞങ്ങളെ കഴിവ് കൊണ്ടോ വിവരം കൊണ്ടോ ഹിക്മത്ത് കൊണ്ടോ ഒന്നുകൊണ്ടും ഒരു ചെറിയ ക്ലാസ് പോലും നടത്താൻ ഞങ്ങൾക്ക് കഴിവില്ല. ഞങ്ങളെ എല്ലാ സ്ഥാപനങ്ങളും നീ ഏറ്റെടുത്ത് ഹൈറായ നിലക്ക് നീ തന്നെ നടത്തിത്തരണേ റഹ്മാനേ. അതിനുള്ള എല്ലാ വഴികളും നീ തുറക്കണേ റഹ്മാനേ. ഞങ്ങളെ കൽവിൽ വേണ്ടാത്ത വികാരങ്ങളൊന്നും തന്നേക്കരുത് റഹ്മാനേ. വല്ലപ്പോഴും നീ പൊരുത്തപ്പെടാത്ത വല്ല വാക്കുകളോ വല്ല ചിന്തകളോ കൽവിൽ വന്നെങ്കിൽ ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹുവിന്റെ ബറക്കത്ത് കൊണ്ട് ഞങ്ങൾക്ക് നീ പൊറുക്കണേ റഹ്മാനേ. ഞങ്ങളെ കൽവിൽ നീ മഅരിഫത്ത് തരണം റഹ്മാനേ. ഇൽമിന്റെ നൂറ് കൊണ്ട് പ്രകാശിപ്പിക്കണം റഹ്മാനേ. ഞങ്ങളെ മജ്ലിസും ഞങ്ങളെ ഹൽഖയും ഒക്കെ നീ ദുആക്ക് ഇജാബത്തുള്ളതാക്കണം റഹ്മാനേ. وآخر دعوانا أن الحمد لله رب العالمين.